ഫ്രണ്ട്സ്, വെൽക്കം ടു കാബൂസ് കിച്ചൻ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റിച്ചും അതുപോലെ തന്നെ സ്വീറ്റും ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവയാണ്. വീട്ടിൽ ക്യാരറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡെസേർട്ട്. അപ്പം ആദ്യം തന്നെ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കാണ് അണ്ടിപ്പരിപ്പ്, ബദാം എല്ലാം ചേർത്ത് കൊടുക്കേണ്ടത്. നല്ല നീളത്തിനാണ് എടുത്തിരുന്നത്. അപ്പം ഇതൊരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കൊന്ന് നെയ്യിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് വേറൊരു ബൗളിലേക്ക് ഇത് പകർന്ന് മാറ്റാവുന്നതാണ്. ഇനി ഈ സെയിം പാനിൽ തന്നെയാണ് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇതിലോട്ട് ഇടാവുന്നതാണ്. ഞാൻ ഏകദേശം 1 കിലോ ക്യാരറ്റായിരുന്നു എടുത്തിരുന്നത്. അപ്പം ആ ഗ്രേറ്റ് ചെയ്യുമ്പോൾ ചെറിയ ഹോൾസിൽ വെച്ച് ഗ്രേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതെല്ലാം ഒന്ന് ആ ക്യാരറ്റിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറുന്ന വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഏലക്ക ഒരു 5-6 ഏലക്കായിരുന്നു എടുത്തിരുന്നത്, നല്ലൊരു മണമൊക്കെ വരാൻ വേണ്ടിയിട്ട്. അപ്പം ആ ക്യാരറ്റിൻ്റെ ഒരു ജ്യൂസ് എല്ലാം ഒന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്ക് പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു 1.5 കപ്പ് പാലായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ പാലും ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നത് പഞ്ചസാര. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 200 ഗ്രാം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നാലും ഒരുപാട് മധുരം ആയാലും നമുക്ക് തിന്നാൻ പാടാണ്. അതുകൊണ്ട് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇനി ആ പാല് ഒന്ന് വറ്റണം. അപ്പോൾ നമുക്കൊന്ന് മൂടി വെച്ചൊന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് ഈ ക്യാരറ്റ് ഹൽവ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഹോക്കിൻസ് എന്ന് പറഞ്ഞൊരു കുക്കറിൻ്റെ പരസ്യമാണ്. അപ്പം അതിൽ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കി ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് എനിക്ക് എപ്പോഴും ക്യാരറ്റ് ഹൽവ എന്ന് ഓർക്കുമ്പോൾ പെട്ടെന്ന് വരുന്നത്. അപ്പോൾ അന്ന് തൊട്ടേ ക്യാരറ്റ് ഹൽവയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ നെയ്യിലിട്ട് മൂപ്പിച്ച് വെച്ച ബദാമും അതുപോലെ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തു. അങ്ങനെ ഫൈനലി സെറ്റ്, നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡി ആയിരിക്കുകയാണ്. ഇനി ഒരു സർവിങ് പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ യമ്മി ഡെസേർട്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ല വെറൈറ്റീസ് ആയിട്ടുള്ള കുക്കിംഗ് വീഡിയോസ് നിങ്ങൾക്ക് കാണുന്നതിനായിട്ട് കാബൂസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക.